ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 4 EVSലെ കേരള എ സിംഫണി ഓഫ് ആർട്ട് എന്നാണ്. ചാപ്റ്റർ 4. For the first time, I got 2 prizes in the school Kalolsavam Art and Cultural Festival. First prize for folk dance and second prize for light music. The first place for drama was won by my best friend in standard 4. What I liked the most was Anuja's speech and Nila's mono act. അപ്പോൾ ഇതിനകത്ത് ഒരു കലോത്സവത്തിനെ കുറിച്ചാണ് ഈ കുട്ടി എഴുതിയിരിക്കുന്നത്. ഇത് ഒരു കുട്ടിയുടെ ഡയറിയാണ്. ഹാവ് യു റീഡ് നീതൂസ് ഡയറി? ഇത് നീതുവിൻ്റെ ഡയറിയാണ്. നീതുവിൻ്റെ ഡയറി നിങ്ങൾ വായിച്ചില്ലേ? ഇൻ വിച്ച് കോമ്പറ്റീഷൻ ഡിഡ് നീതു വിൻ ദ പ്രൈസസ്? നീതു ഏതൊക്കെ കോമ്പറ്റീഷനാണ് പ്രൈസ് കിട്ടിയത്? നീതുവിന് ഫോക്ക് ഡാൻസും ലൈറ്റ് മ്യൂസിക്കിനാണ് പ്രൈസ് കിട്ടിയത്. വിച്ച് ആർ ദ ഡിഫറെൻറ്റ് കോമ്പറ്റീഷൻസ് ഹെൽഡ് ഇൻ ദ സ്കൂൾ കലോത്സവം? ഏതെല്ലാം കോമ്പറ്റീഷൻസ് ആണ് സ്കൂൾ കലോത്സവത്തിൽ നടത്തുന്നത്? ഡ്രാമ, സ്പീച്ച്, മോണോ ആക്ട്, റെസിറ്റേഷൻ, ഗ്രൂപ്പ് ഡാൻസ്, പിന്നെയും ഞാൻ ഡ്രാമ എഴുതിയിട്ടുണ്ട് കേട്ടോ, സോറി, മൈം എക്സെട്ര. Which are the stage items? Which one are not stage items? ഇപ്പോൾ സ്റ്റേജ് ഐറ്റംസ് ഏതെല്ലാമാണ്, സ്റ്റേജ് ഐറ്റംസ് അല്ലാത്തത് ഏതെല്ലാമാണ്? സ്റ്റേജ് ഐറ്റംസ് ഏതൊക്കെയാണെന്നറിയാവോ? ഒപ്പന, ഗ്രൂപ്പ് ഡാൻസ്, ഫോക്ക് ഡാൻസ്, കഥകളി, തുള്ളൽ, ദഫ്മുട്ട്, അരമനമുട്ട്, തിരുവാതിര, മാർഗംകളി എക്സെട്ര. ഓഫ് സ്റ്റേജ് ഐറ്റംസ്, ഓഫ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്റ്റേജിലല്ലാത്ത ഐറ്റംസ്. റൈറ്റിങ്സ് ഉണ്ട്, സ്റ്റോറി റൈറ്റിംഗ്, പോയട്രി റൈറ്റിംഗ്, അതായത് കഥാരചന, കവിതാരചന, എല്ലാ ലാംഗ്വേജിലും ഉള്ള രചനകളും, പിന്നെ ഡ്രോയിങ്, കളറിങ്, ക്രാഫ്റ്റ്, ഇതെല്ലാം. Nila was watching the colorful pictures of Kalolsavam winners in the newspaper. She asked her mother, is Thiruvathirakkali performed only by girls? അപ്പോൾ അമ്മയും മകളും കൂടെ, നിലയും കൂടെ ഒരു ന്യൂസ് പേപ്പറിൽ, കലോത്സവത്തിന് ന്യൂസ് പേപ്പറൊക്കെ നോക്കുകയാണ് ന്യൂസ് പേപ്പറിൽ. അപ്പോൾ ഒരു പിക്ചർ കാണുമ്പോഴത്തേക്കും നില ചോദിക്കുകയാണ്, തിരുവാതിരക്കളി പെൺകുട്ടികൾ മാത്രം കളിക്കുന്ന കളിയാണോ എന്ന്. അപ്പോൾ മദർ പറയാണ്, യെസ് ഡിയർ, തിരുവാതിരക്കളി ഈസ് എ ഗ്രൂപ്പ് ഡാൻസ് പെർഫോംഡ് ബൈ വിമൻ. ഇറ്റ് ഈസ് പെർഫോംഡ് ആസ് എ പാർട്ട് ഓഫ് തിരുവാതിര സെലിബ്രേഷൻ ഇൻ ദ മന്ത് ഓഫ് ധനു. അപ്പോൾ ധനുമാസത്തിൽ തിരുവാതിര നാളിൽ സ്ത്രീകൾ കളിക്കുന്ന ഒരു കളിയാണ്, സ്ത്രീകൾ ചെയ്യുന്നൊരു ഡാൻസാണ്, ഒരു ഗ്രൂപ്പ് ഡാൻസാണ് തിരുവാതിരക്കളി. ഇറ്റ് ഈസ് പ്ലേഡ് ബൈ ക്ലാപ്പിംഗ് ഹാൻഡ്സ് വൈൽ സ്റ്റാൻഡിങ് അറൗണ്ട് എ ലൈറ്റഡ് നിലവിളക്കു പെഡസ്റ്റൽ ഓയിൽ ലാമ്പ്. അപ്പോൾ ഈ കളി കളിക്കുന്നത് വട്ടത്തിൽ നിന്നിട്ട് കൈയടിച്ചിട്ടാണ് കളിക്കുന്നത്. ഒരു നിലവിളക്ക് ഉണ്ടാകും നടുക്ക്, ഒരു നിലവിളക്കൊക്കെ വെച്ചിട്ട് രാത്രിയാണ് ഈ തിരുവാതിര കളിക്കുന്നത്. മദർ, വെൻ മാർഗംകളി വാസ് പെർഫോംഡ് ഇൻ കലോത്സവം ഇറ്റ് ഓൾസോ ഹാഡ് എ നിലവിളക്കു. അമ്മ മാർഗംകളി കളിച്ചില്ലേ കലോത്സവത്തിൽ, ആ സമയത്ത് അവിടെ ഒരു നിലവിളക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ മദർ പറയാണ്, yes, in Margamkali also a നിലവിളക്കു is lighted and kept in the middle. മാർഗംകളിക്കും നമ്മളൊരു നിലവിളക്ക് കത്തിച്ച് വെക്കാറുണ്ട്, നടുക്ക് ഒരു നിലവിളക്ക് വെച്ചിട്ടാണ് നമ്മൾ മാർഗംകളി കളിക്കുന്നത്. സോങ്സ് ദാറ്റ് ഡിസ്ക്രൈബ് ദ ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി is sung for മാർഗംകളിക്ക് നമ്മൾ പാടുന്ന പാട്ട് എന്താണ്? ക്രിസ്തീയ ഗാനങ്ങളാണ് പാടുന്നത്. ഈ ഒരു തോമസ് ലീഹ കേരളത്തിൽ വന്നതും ആ ഒരു ചരിത്രമൊക്കെയാണ് മാർഗംകളിക്ക് പാട്ടിൽ പാടുന്നത്. The costume for Margamkali is chatta and mundu. For Thiruvathirakkali, the dancers wear traditional costume of Kerala. മാർഗംകളിക്ക് എല്ലാവരും ഇടുന്നത് ചട്ടയും മുണ്ടുമാണ്. എന്നാൽ തിരുവാതിരക്കളിക്ക് എല്ലാവരും ട്രഡീഷണൽ, പരമ്പരാഗതമായി കിട്ടിയ വസ്ത്രമാണ് തിരുവാതിരക്കളിക്ക് എല്ലാവരും ധരിക്കുന്നത്. അതായത് നമ്മുടെ സെറ്റ് മുണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരി. ഡു യു നോ എനി അതർ ആർട്ട് ഫോംസ് പെർഫോംഡ് ബൈ വുമൻ സ്റ്റാൻഡിങ് ഇൻ സർക്കിൾ? അമ്മ വീണ്ടും ചോദിക്കുകയാണ് നിലയുടെ അടുത്ത്, നിനക്ക് സ്ത്രീകൾ വട്ടത്തിൽ നിന്ന് കളിക്കുന്ന, സർക്കിളിൽ നിന്ന് കളിക്കുന്ന ഏതെങ്കിലും വേറൊരു കളീനെ പറ്റി അറിയാവോ ചോദിക്കും. ഒപ്പന ആൻഡ് വട്ടപ്പാട്ടു ആർ പെർഫോംഡ് ഇൻ എ സർക്കിൾ. അപ്പോൾ ഒപ്പനയും വട്ടപ്പാട്ടും സർക്കിളിൽ നിന്നാണ് കളിക്കുന്നതെന്ന് നില പറയും. അപ്പോൾ ഇതിനകത്ത് ഞാൻ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കും. യെസ്, ഒപ്പന ആൻഡ് വട്ടപ്പാട്ടോ വിച്ച് ആർ പോപ്പുലർ ഇൻ ദ മുസ്ലിം സൊസൈറ്റി ആർ പെർഫോംഡ് ഇൻ എ സർക്കിൾ. അതെ, ഒപ്പനയും വട്ടപ്പാട്ടും അത് മുസ്ലിം സൊസൈറ്റിയിൽ കളിക്കുന്ന ഒരു
നൃത്തമാണ്. ഹാവിൻറ്റ് യു സീൻ വൺ ഓഫ് ദ ഗേൾസ് സീറ്റഡ് ഇൻ ദ മിഡിൽ വൈൽ പ്ലേയിങ് ഒപ്പന. ഒപ്പന കളിക്കുമ്പോൾ ഒരു കുട്ടീനെ ഇരുത്തുന്നത് കണ്ടില്ല, ഒരു പെൺകുട്ടീനെ ഇട്ടിട്ട് ഇരുത്തുന്നത് കണ്ടിട്ടില്ലേ? അതാണ് മണവാട്ടി. ഈസ് ഇൻ ദാറ്റ് ദ ബ്രൈഡ്? അത് മണവാട്ടിയല്ലേ? യെസ്, ഒപ്പന ഈസ് എ ഗ്രൂപ്പ് ഡാൻസ് പെർഫോം ഡ്യൂറിങ് മുസ്ലിം വെഡ്ഡിങ്. ഇപ്പോൾ മുസ്ലിംസിൻ്റെ വെഡ്ഡിങ്, കല്യാണ സമയങ്ങളിൽ കളിക്കുന്ന ഒരു നൃത്തമാണ് ഒപ്പന. ഇതൊരു സെലിബ്രേഷൻ്റെ, ഒരു ആഘോഷത്തിൻ്റെ നൃത്തമാണ്. ഡാൻസേഴ്സ് സ്റ്റാൻഡിങ് അറൗണ്ട് ദ ബ്രൈഡ് ആൻഡ് പെർഫോം ഒപ്പന. നർത്തകിമാർ ഈ ബ്രൈഡിൻ്റെ, മണവാട്ടിയുടെ ചുറ്റും നിന്നിട്ടാണ് ഈ ഒപ്പന കളിക്കുന്നത്. ഡു യു നോ ഹൂ പെർഫോംസ് വട്ടപ്പാട്ട്? വട്ടപ്പാട്ട് ആരാ കളിക്കുന്നതെന്ന് അറിയാവോ? ഈസ് ഇറ്റ് പെർഫോം ബൈ ബോയ്സ്? അത് ആൺകുട്ടികളല്ലേ കളിക്കുന്നത്? യെസ്, വട്ടപ്പാട്ട് ഈസ് പെർഫോം ബൈ മെൻ. ദിസ് ഫോം ഈസ് ഓൾസോ നോൺ ആസ് ആണൊപ്പന. ഇപ്പോൾ വട്ടപ്പാട്ട് ആൺകുട്ടികളാണ് കളിക്കുന്നത്, പുരുഷന്മാരാണ് കളിക്കുന്നത്. ഇതിനെ ആണൊപ്പന എന്നും പറയാറുണ്ട്. ഈസ് ഇൻ മംഗലം കളി also performed in Circle Mother. There is a photo of it in the newspaper. അമ്മ മംഗലം കളിയും വട്ടത്തിൽ നിന്ന് കളിക്കുന്ന കളിയല്ലേ, അതിൻ്റെ ഒരു പിക്ചർ, ഒരു ഫോട്ടോ ന്യൂസ് പേപ്പറിലുണ്ട്, പത്രത്തിലുണ്ടെന്ന് പറയും. മംഗലം കളി ഇസ് പോപ്പുലർ ഇൻ കാസർഗോഡ് ആൻഡ് കണ്ണൂർ ഡിസ്ട്രിക്ട്സ്. മംഗലം കളി കണ്ണൂരും കാസർഗോഡും ഉള്ള ഒരു പോപ്പുലർ ആയിട്ടുള്ളൊരു കളിയാണ്. ഇറ്റ് ഈസ് ഓൾസോ ആൻ ആർട്ട് ഫോം പെർഫോംഡ് ഇൻ കണക്ഷൻ വിത്ത് വെഡ്ഡിങ് സെലിബ്രേഷൻ. കല്യാണത്തിൻ്റെ ഒരു ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കളിയും കളിക്കുന്നത്. ഈസ് ഇൻ മംഗലം കളി ഓൾസോ പെർഫോംഡ് ബൈ വിമൻ? ഈ കളി സ്ത്രീകളും ചെയ്യാറില്ലേ? ഈ കളി സ്ത്രീകളും മംഗലം കളി ഈസ് മെയിൻലി പെർഫോം ബൈ എ ഗ്രൂപ്പ് ഓഫ് വിമൻ. മംഗലം കളി മെയിനായിട്ട് കളിക്കുന്നത് ഒരു കൂട്ടം സ്ത്രീകളാണ്. മെൻ സിങ് ആൻഡ് ക്ലാപ്പ് ദെയർ ഹാൻഡ്സ്. പുരുഷന്മാർ പാട്ട് പാടി കൈയടിക്കും. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കല്യാണക്കളി. അതിന് മറ്റൊരു പേരാണ് കല്യാണക്കളി. ദെൻ മദർ എക്സ്പ്ലെയിൻ അബൌട്ട് വില്ലടിച്ചാൻ പാട്ടു, എ പോപ്പുലർ ആർട്ട് ഫോം ഇൻ സൗത്ത് കേരള. അമ്മ അപ്പം എനിക്ക് വില്ലടിച്ചാൻ പാട്ടിനെ പറ്റി ഒന്ന് പറഞ്ഞു തരൂ. അപ്പോൾ വില്ലടിച്ചാൻ പാട്ട് സൗത്ത് കേരളയിലുള്ള, ദക്ഷിണ കേരളത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കലാരൂപമാണ്. വില്ലടിച്ചാൻ പാട്ട് വാസ് പെർഫോം യൂസിങ് എ ലാർജ് ബോ, എ പോട്ട് ആൻഡ് എ സ്റ്റിക്ക് വിത്ത് ജിംഗിൾസ് ആസ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ടു ക്രിയേറ്റ് റിതം. ഒരു വലിയ വില്ല് വെച്ചിട്ടാണ്, വില്ലും ഒരു കുടവും ഒക്കെ വെച്ചിട്ടാണ് വില്ലടിച്ചാൻ പാട്ട് പാടുന്നത്. ദ ബോഡി മൂവ്മെൻറ്റ്സ് ആൻഡ് ദ ആക്ടിങ് എൻഹാൻസസ് ദ വിഷ്വൽ അപ്പീൽ ഓഫ് ദി സോങ്. ആ പാട്ട് പാടുന്ന ആൾക്കാരുടെ, ഈ കലാകാരന്മാരുടെ അംഗവിക്ഷേപങ്ങളും അവരുടെ ആക്ഷനുകളും ഒക്കെയാണ് ഇതിനൊരു വിഷ്വൽ അപ്പീൽ കൊടുക്കുന്നത്, വിഷ്വൽ ട്രീറ്റ് കൊടുക്കുന്നത്. Women dressed in traditional Kerala costumes stand in circle and sing songs to perform Thiruvathirakkali. Songs narrating the history of Christianity are sung for Margam Kali. The virtues of the groom are presented before the bride through Oppana song. Any life-related topics such as hunting, work, or rituals can be the subject of songs in മംഗലം കളി. അപ്പം മംഗലം കളിക്ക് മാത്രം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തില്ലായിരുന്നു. മംഗലം കളിക്ക് യുദ്ധത്തിന് പോകുന്നതോ അല്ലെങ്കിൽ നായാടിന് പോകുന്നതോ ജോലികളുമായിട്ട് ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള പാട്ടുകളാണ് പാടുന്നത്. വില്ലടിച്ചൻ പാട്ട് ബിഗിൻസ് വിത്ത് ദ വന്ദനഗാനം. ദിസ് ഈസ് ഫോളോഡ് ബൈ കഥാഗാനം. വില്ലടിച്ചൻ പാട്ടിൽ ആദ്യമേ വന്ദനഗാനം പാടും. അത് ഗണപതി ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടായിരിക്കണം മിക്കവാറും. അത് കഴിഞ്ഞാണ് കഥാഗാനം പാടുന്നത്. തെയ്യം. തെയ്യം ഈസ് എ റിച്വലിസ്റ്റിക് ആർട്ട് ഫോം ദാറ്റ് കമ്പൈൻസ് ആർട്ടിസ്ട്രി ആൻഡ് ഡിവോഷൻ ടു ഗോഡ്. തെയ്യം എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിൻ്റെ ഒരു കലയാണ്. ഇറ്റ് ഈസ് എൻ ആർട്ട് ഫോം പോപ്പുലർ ഇൻ നോർത്ത് കേരള. വടക്കൻ കേരളത്തിൽ പ്രശസ്തമായിട്ടുള്ളൊരു കലാരൂപമാണ് തെയ്യം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് തീയാട്ടം ആൻഡ് കളിയാട്ടം. കളിയാട്ടം എന്നും തെയ്യാട്ടം എന്നൊക്കെ ഈ തെയ്യത്തിന് പേരുകളുണ്ട്. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ദ ഒറിജിൻ ഓഫ് തെയ്യം ഈസ് എ ഫോം ഓഫ് ദൈവം. അപ്പോൾ ദൈവം എന്നുള്ള പേരിൽ നിന്ന് ലോപിച്ചിട്ടുണ്ടായതാണ് തെയ്യം എന്നുള്ള പേര്. ദെയർഫോർ ഇറ്റ് ക്യാൻ ബി said that Theyyam is a ritual dance performed in the form of deities. Theyyam has a specific order for its presentation. അപ്പോൾ ഈ തെയ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രതിരൂപമാണെന്നാണ് വിശ്വസിച്ചിരുന്നത്. തെയ്യത്തിന് ഒരു സ്പെസിഫിക് ഒരു ഓർഡർ ഉണ്ട്. ദ മെയിൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഇൻ തെയ്യം ഈസ് ദ ചെണ്ട. ചെണ്ടയാണ് തെയ്യത്തിൻ്റെ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാദ്യോപകരണം. ഇറ്റ് ഓൾസോ യൂസസ് മദ്ദളം ഉപയോഗിക്കും, ഇലത്താളം ഉപയോഗിക്കും, കൊമ്പ് ഉപയോഗിക്കും. തെയ്യം ഈസ് പെർഫോം വിത്ത് ദ റിതം ഓഫ് ഓർക്കസ്ട്ര. ഇത്രയും ഓർക്കസ്ട്രയുടെ കൂടത്തിലാണ് തെയ്യം കളിയാടുന്നത്.
കംപ്ലീറ്റ് ദ വേർഡ് പസിൽ ഗിവൺ ബിലോ ബേസ്ഡ് ഓൺ ദ പിക്ചേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. താഴെ കൊടുത്തിരിക്കുന്ന പിക്ചറിൻ്റെ അടിസ്ഥാനത്തിലും ഇൻസ്ട്രക്ഷൻ്റെ അടിസ്ഥാനത്തിലും ഇതൊന്ന് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മംഗലം കളി, തെയ്യം, ചെണ്ട, മാർഗം ഒപ്പന, തിരുവാതിരക്കളി, മാർഗം കളി. പിന്നെ കഥകളിയാണ് ഡൗൺ വേർഡ്സ് ഉള്ളത്. നെക്സ്റ്റ് ആക്ടിവിറ്റി, ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ദ ഡാൻസ് ഫോംസ് സീൻ ഇൻ ദ പിക്ചർ. താഴെ കൊടുത്തിരിക്കുന്ന ഡാൻസ് ഫോംസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ്. ഭരതനാട്യം, ചാക്യാർ കൂത്ത്, തുള്ളൽ, ഫോക്ക് ഡാൻസ്. ഇതാണ് 4 കൊടുത്തിട്ടുള്ളത്. കളക്ട് മോർ ഇൻഫർമേഷൻസ് അബൌട്ട് ദീസ് ആർട്ട് ഫോംസ് ആൻഡ് റൈറ്റ് ദം ഇൻ മൈ എൻവയറമെൻറ്റൽ സയൻസ് ഡയറി. അപ്പോൾ ഇതിന് ഓരോന്നിനെക്കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽ ഞാൻ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. കളക്ട് ഇമേജ് ഓഫ് ഡാൻസ് ഫോംസ് ആൻഡ് പ്രിപ്പയർ ആൻ ആൽബം. ഈ ഡാൻസ് ഫോംസിൻ്റെ ഒരു ആൽബം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻ വിച്ച് ഐറ്റം ഡിഡ് നീതു ഗെറ്റ് സെക്കൻഡ് പ്രൈസ് ഇൻ കലോത്സവം. കലോത്സവത്തിന് എന്തിനാണ് സെക്കൻഡ് പ്രൈസ് കിട്ടിയത്? ലൈറ്റ് മ്യൂസിക്കിനാണ്. ലൈറ്റ് മ്യൂസിക്, വാട്ട് ആർ ദ അതർ ആർട്ട് ഫോംസ് വിച്ച് ഗിവ് ഇമ്പോർട്ടൻസ് ടു മ്യൂസിക്. മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മറ്റുള്ള കലാരൂപങ്ങൾ ഏതെല്ലാമാണ്? കർണാട്ടിക് മ്യൂസിക്, അക്ഷര ശ്ലോകം, മാപ്പിളപ്പാട്ട്, കഥകളി സംഗീതം, നാടൻ പാട്ട്. ഷെൽ ഓൾ ഓഫ് us സിംഗ് ടുഗെദർ ദ വായ്ത്താരി ഗിവൺ ബിലോ. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന വായ്ത്താരി എല്ലാവർക്കും കൂടി പാടിയാലോ? ഒതിത്തിത്താരാതിത്തി, അതാണ് വായ്ത്താരി പാടിയിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത്. സിംഗ് ദ റെസ്റ്റ് ഓഫ് ദ ലൈൻസ്. അപ്പോൾ ബാക്കിയുള്ള ലൈൻസ് നിങ്ങൾ കുട്ടികളും ടീച്ചറും കൂടി പാടുക. ഫോക്ക് സോങ്സ് ആർ ദോസ് ദാറ്റ് ഹാവ് ബീൻ പാസ് ഡൗൺ ഓറലി ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. നാടൻ പാട്ടുകൾ, ഈ പുള്ളുവൻ പാട്ടുകൾ, പാണൻ പാട്ടുകൾ, ഇതെല്ലാമാണ് നാടൻ പാട്ടിൽ പെടുന്നത്. അപ്പോൾ ഇതെല്ലാം കൈമാറി തലമുറകളായി കൈമാറി കേട്ട് വായി കൊണ്ട് പാടി പഠിച്ചു വരുന്ന പാട്ടുകളാണ്. ഇതൊന്നും എഴുതി വെച്ചിട്ടുള്ള പാട്ടുകളല്ല. ദേ ആർ ക്ലോസ്ലി റിലേറ്റഡ് ടു ദ സ്പോക്കൺ ലാംഗ്വേജ്. സാധാരണക്കാരുടെ വർത്തമാന ഭാഷയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ റിച്വൽസ് ആൻഡ് കൾച്ചർ ഓഫ് ദാറ്റ് ലൊക്കാലിറ്റി. ആ ഒരു പരിസരത്തുള്ള ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെയും അതിൻ്റെ പാരമ്പര്യത്തെയൊക്കെ സൂചിപ്പിക്കുന്ന പാട്ടുകളാണ് മിക്കതും. ഫോക്ക് സോങ്സ് ഇൻക്ലൂഡ് ദോസ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ, ലേബർ, എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ട്രഡീഷൻ. ഇപ്പോൾ കൃഷിയെ സംബന്ധിച്ചുള്ളത്, മറ്റു ജോലികളെ സംബന്ധിച്ചുള്ളത്, ആഘോഷങ്ങളെ സംബന്ധിച്ചുള്ളത്, പാരമ്പര്യത്തിനെ സംബന്ധിച്ചുള്ള പാട്ടുകളാണ് നമുക്ക് ഫോക്ക് സോങ്സിൽ കേൾക്കുന്നത്. Classical music is performed with a precise singing style and rhythm. Kerala has made great contribution to the two major classic forms, Carnatic music and Hindustani music. ഇപ്പോൾ കേരളത്തിൽ കർണാട്ടിക് മ്യൂസിക്കും ഉണ്ട്, ഹിന്ദുസ്ഥാനി മ്യൂസിക്കും ഉണ്ട്. രണ്ടും നമ്മുടെ കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സ്വാതി തിരുനാൾ വാസ് എ ഗ്രേറ്റ് റൂളർ വിത്ത് ഡീപ്പ് അപ്രീസിയേഷൻ ആൻഡ് നോളജ് ഇൻ മ്യൂസിക്. സംഗീതത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ഒരു ഭരണാധികാരിയായിരുന്നു സ്വാതി തിരുനാൾ. He composed more than 500 musical compositions in Malayalam, Hindi, Tamil, Telugu and Kannada. 500-ൽ പരം മ്യൂസിക്കൽ കോമ്പോസിഷൻസ്, രചനകൾ നടത്തിയിട്ടുണ്ട് മലയാളത്തിലും ഹിന്ദിയിലും തമിഴിലും തെലുഗു, കന്നഡ എന്നീ ഭാഷകളിൽ. മാപ്പിളപ്പാട്ട് ആർ വെരി പോപ്പുലർ ഇൻ ദ മുസ്ലിം സൊസൈറ്റി. മാപ്പിളപ്പാട്ട് മുസ്ലിം സൊസൈറ്റിയിൽ വളരെ പ്രശസ്തമാണ്, വളരെ പോപ്പുലർ ആയിട്ടുള്ളതാണ്. ദീസ് സോങ്സ് ആർ മോസ്റ്റ്ലി കമ്പോസ്ഡ് ഇൻ എ സ്പെഷ്യൽ മലയാളം ലാംഗ്വേജ്, അറബിക് മലയാളം. ഈ പാട്ടുകളെല്ലാം അറബിക് മലയാളത്തിലാണ് രചിച്ചിട്ടുള്ളത്. യൂസ്ഡ് ബൈ മുസ്ലിംസ് ഇൻ നോർത്തേൺ കേരളയിലെ വടക്കൻ കേരളത്തിലെ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ്. മൊയ്ൻകുട്ടി വൈദ്യർ ഈസ് ദ മോസ്റ്റ് റിനൗഡ് കമ്പോസർ ഓഫ് മാപ്പിളപ്പാട്ട്. മാപ്പിളപ്പാട്ടിൻ്റെ ഏറ്റവും പ്രശസ്തനായൊരു എഴുത്തുകാരനും രചയിതാവുമൊക്കെയാണ് മൊയ്ൻകുട്ടി വൈദ്യർ. ഹാവ് യു പാർട്ടിസിപ്പേറ്റഡ് ഇൻ പെൻസിൽ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ് കോമ്പറ്റീഷൻ ഇൻ ദ സ്കൂൾ കലോത്സവം? സ്കൂൾ കലോത്സവത്തിൽ പെൻസിൽ ഡ്രോയിങ്ങും പെയിൻറ്റിങ് കോമ്പറ്റീഷനൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഇതൊരു ഓഫ് സ്റ്റേജ് മത്സരമാണ് ഈ പെൻസിൽ ഡ്രോയിങ്ങും പെയിൻറ്റിങ് ഒക്കെ. ആർ യു ഫെമിലിയർ വിത്ത് പെയിൻറ്റിങ്സ്? ദീസ് ആർ പെയിൻറ്റഡ് ബൈ രാജാ രവിവർമ്മ. ഈ പെയിൻറ്റിങ്സ് ആരുടെയാണ്? രാജാ രവിവർമ്മയുടെ പെയിൻറ്റിങ്സ് ആണ്. എ വേൾഡ് ഫേമസ് പെയിൻറ്റർ ഫ്രം കേരള. ഒരു ലോക പ്രശസ്തനായ ഒരു പെയിൻറ്ററാണ്. പെയിൻറ്റർ മീൻസ് ഈ പോർട്രേറ്റ് ഒക്കെ വരയ്ക്കുന്ന ഒരു ചിത്രകാരൻ. ഹൂ ഇൻട്രൊഡ്യൂസ് മോഡേൺ പെയിൻറ്റിങ് ടു കേരള? ഹി വാസ് ദ വൺ ഹൂ ഇൻട്രൊഡ്യൂസ് മോഡേൺ പെയിൻറ്റിങ് ടു കേരള. കേരളത്തിന് മോഡേൺ പെയിൻറ്റിങ്, ആധുനിക ചിത്രരചന എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കൊടുത്തത് ഇദ്ദേഹമാണ്. ഹാവ് യു സീൻ ദ അനിമേറ്റഡ് വീഡിയോ ഓഫ് രാജാ രവിവർമാസ് പെയിൻറ്റിങ് യൂസിങ് AI ടെക്നോളജി? ഇപ്പോൾ AI ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇപ്പോൾ രാജാ രവിവർമ്മയുടെ പെയിൻറ്റിങ്സിൻ്റെയൊക്കെ ഒരു വീഡിയോസൊക്കെ ഷോർട്സും റീൽസും ഒക്കെ ആയിട്ടുണ്ട്. കണ്ടക്ട് എൻ ആർട്ട് എക്സിബിഷൻ ഇൻ യുവർ സ്കൂൾ കളക്ടിങ് ദ കോപ്പീസ് ഓഫ് രാജാ രവിവർമാസ് പെയിൻറ്റിങ്. രാജാ രവിവർമ്മയുടെ പെയിൻറ്റിങ് വെച്ചിട്ടുള്ളൊരു
ആർട്ട് എക്സിബിഷൻ നടത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഫെസ്റ്റിവൽസ് ആൻഡ് സെലിബ്രേഷൻസ്, അടുത്തത് ഫെസ്റ്റിവലും സെലിബ്രേഷനും, ഉത്സവങ്ങളും ആഘോഷങ്ങളും. ഐ ഷുഡ് ടെൽ മൈ മദർ ടു ടേക്ക് മീ ടു സി ദ പൂരം. പൂരം കാണാൻ കൊണ്ടുപോകണം എന്നാണ് ഈ കുട്ടി പറയുന്നത്. ഡു യു ലൈക്ക് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഫെസ്റ്റിവൽസ്? തൃശ്ശൂർ പൂരം ഈസ് വൺ ഓഫ് ദ ഫേമസ് ഫെസ്റ്റിവൽ ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ജനങ്ങൾ കാണാൻ പോവാറുള്ളൊരു ഫെസ്റ്റിവലാണ് തൃശ്ശൂർ പൂരം. അല്ലെ ലൈവ് ടെലികാസ്റ്റിംഗ് ഒക്കെ നമ്മൾ കാണും അല്ലേ. ഡു യു ഹാവ് ഫെസ്റ്റിവൽസ് ഇൻ യുവർ പ്ലേസ് ടു? ഇപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്ഥലത്ത് ഇതുപോലെയുള്ള ഫെസ്റ്റിവൽ ഉണ്ടാകും അല്ലേ. കളക്ട് ഇൻഫർമേഷൻസ് അബൌട്ട് ദ മെയിൻ ഫെസ്റ്റിവൽസ് ഇൻ യുവർ ലൊക്കാലിറ്റി ആൻഡ് പ്രിപ്പയർ എ വാൾ മാഗസിൻ. ഒരു വാൾ മാഗസിൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള ഉത്സവങ്ങളെ പറ്റിയൊക്കെ ഒരു പിക്ചറൊക്കെ ശേഖരിച്ച് ഒരു വാൾ മാഗസിൻ ഉണ്ടാക്കുക. ഇനി അടുത്തത് മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും മുട്ടില്ല ദാനം. ബാക്കിയുള്ള വരികൾ നിങ്ങളോട് പാടാൻ പറഞ്ഞിട്ടുണ്ട്. ഹോപ്പ് യു ഹാവ് ഹേർഡ് ദിസ് ഓണം സോങ്. ഫൈൻഡ് ദ നെക്സ്റ്റ് ലൈൻസ് ആൻഡ് സിങ് അലോങ് ടു ദിസ് ട്യൂൺ. അപ്പോൾ ഇതൊരു ട്യൂണിൽ പാടാനാണ് പറഞ്ഞിട്ടുള്ളത്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഓഫ് ഓണം സെലിബ്രേഷൻ ഇൻ നില സ്കൂൾ. നിലയുടെ സ്കൂളിൽ ഓണം സെലിബ്രേഷനാണ് ഈ കാണുന്നത്. പൂക്കള മത്സരവും സദ്യ കഴിക്കുന്നതും മാവേലി വരുന്നതും ഒക്കെയാണ് ആ ഓണം സെലിബ്രേഷൻ്റെ പിക്ചേഴ്സിലുള്ളത്. റൈറ്റ് ഹൗ ഓണം ഈസ് സെലിബ്രേറ്റഡ് ഇൻ യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിൽ എങ്ങനെയാണ് ഓണം സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത് അത് ഒന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് ദ സെലിബ്രേഷൻ ഷോൺ ദ പിക്ചർ. ഇപ്പോൾ താഴെയുള്ള പിക്ചർ എന്ത് സെലിബ്രേഷനാണ് കാണിക്കുന്നത്? അത് ക്രിസ്മസ് ആണ് കാണിക്കുന്നത് അല്ലേ. അപ്പം ക്രിസ്മസ് സാൻഡേ ഉള്ളത് കാരണം അത് ക്രിസ്മസ് ആണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ന്യൂ ഇയർ ആയിരിക്കാം. പിന്നെ ഫോർട്ട് കൊച്ചിയിലൊക്കെ ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ സൂപ്പർബാണ്. വൺസ് ഇൻ എ ലൈഫ് എല്ലാവരും പോയി കാണണം. ഐ ആം ഫ്രം ഫോർട്ട് കൊച്ചി. ആർ ദർ എനി അതർ ഫെസ്റ്റിവൽസ് ആൻഡ് സെലിബ്രേഷൻസ് ദാറ്റ് യു വുഡ് ലൈക്ക് ടു പാർട്ടിസിപ്പേറ്റ്? നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ള ഫെസ്റ്റിവലും സെലിബ്രേഷനും ഒക്കെ ഉണ്ടോ? ഇപ്പോൾ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ പിക്ചർ എന്ത് ഫെസ്റ്റിവലിൻ്റെ ആയിരിക്കും? ഈദിൻ്റെ ആയിരിക്കും അല്ലേ. ഈദ് നമസ്കാരത്തിൻ്റെ ഒരു പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. നോട്ട് ദം ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. അപ്പം നിങ്ങളുടെ ഫെസ്റ്റിവൽ ഏതൊക്കെ ഫെസ്റ്റിവലിലാണ് പങ്കെടുക്കാൻ താല്പര്യമുള്ളത് അതൊക്കെ ഒന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ലെറ്റ്സ് അസസ്. ഒരു മാച്ചിങ് ആണ്. ഇൻവെൻറ്റർ ഓഫ് ഓട്ടംതുള്ളൽ. ഓട്ടംതുള്ളലിൻ്റെ ഇൻവെൻറ്റർ ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. എക്സ്പോണൻറ്റ് ഓഫ് മാപ്പിളപ്പാട്ടിൻ്റെ കമ്പോസർ ആരായിരുന്നു? മോയിൻകുട്ടി വൈദ്യരാണ്. വേൾഡ് റിനൗഡ് പെയിൻറ്റർ ആരാണ്? രാജാ രവിവർമ്മ. മ്യൂസീഷ്യൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ ആരാണ്? സ്വാതി തിരുനാളാണ്. ഒരു രാജാവായിരുന്നു, മ്യൂസീഷ്യനുമായിരുന്നു കേട്ടോ. നെയിം ദ ഇമ്പോർട്ടൻറ്റ് ലോക്കൽ ആർട്ട് ഫോംസ് ഇൻ കേരള. ഇനി കേരളത്തിൻ്റെ ലോക്കൽ ആർട്ട് ഫോംസിനെ പറ്റി പറയാൻ പറഞ്ഞിട്ടുണ്ട്. കഥകളി, മോഹിനിയാട്ടം, തെയ്യം, കൂടിയാട്ടം, കളരിപ്പയറ്റ്, തുള്ളൽ, പുലികളി, തിരുവാതിരക്കളി, പടയണി, തോൽപ്പാവക്കൂത്ത്, ഒപ്പന, മാർഗം കളി, ഇതെല്ലാം കേരളത്തിൻ്റെ ഫെസ്റ്റിവൽസാണ്, ലോക്കൽ ഫെസ്റ്റിവൽസാണ്, ആർട്ട് ഫോംസാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാനൊരു ഷോർട്ട് നോട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനോടൊപ്പം ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ആക്ടിവിറ്റിയാണ് അടുത്തത് കൊടുത്തിട്ടുള്ളത്. ഒരു കലാകാരനെ വിളിച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടൊരു കലാകാരനെ വിളിക്കുക, അവരുടെ പെർഫോമൻസ് സ്കൂളിൽ വെക്കുക, എന്നിട്ട് ഇൻ്റർവ്യൂ തയ്യാറാക്കുക. പിന്നെ ഒരു കൊളാജ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് വേരിയസ് ആർട്ട് ഫോംസിൻ്റെ. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.